ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ ടോപ്പിക് പഠിക്കുകയാണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആവറേജ് പഠിച്ചിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനി വീണ്ടും വേറെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. തൽക്കാലം ഇന്ന് മുതൽ ഇനി നമ്മൾ റേഷ്യോയുടെ കുറച്ച് ചാപ്റ്ററാണ് പഠിക്കുന്നത്. എന്താണ് റേഷ്യോ, അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കും. ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് റേഷ്യോ എന്താണെന്ന്. എങ്കിലും ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണിത്. എന്തായിരുന്നു റേഷ്യോ എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് തമ്മിലുള്ള, രണ്ട് യൂണിറ്റുകൾ തമ്മിലുള്ള കമ്പാരിസനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതായത് ഏതെങ്കിലും സെയിം യൂണിറ്റുള്ള ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഷ്യോ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സെയിം യൂണിറ്റ് ആയിരിക്കണം. അതായത് ഹൈറ്റ് ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് കൊണ്ട് തന്നെ കമ്പയർ ചെയ്യണം. രണ്ട് ഹൈറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, രണ്ട് ലെങ്തുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, രണ്ട് വെയിറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ സെയിം യൂണിറ്റുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഷ്യോ എന്ന് വിളിക്കുന്നത്. നമ്മളിത് ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് നമ്പേഴ്സ്. നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ നമ്പേഴ്സിന്റെ റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പിന്നെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം എന്താണെന്ന്. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് എന്തായിരുന്നു ഇവിടെ റേഷ്യോ, കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നു നമുക്ക് രണ്ട് നമ്പർ ഉണ്ട്, ഒരു നമ്പർ 20യും ഒരു നമ്പർ 10ഉം ആണെങ്കിൽ ഈ രണ്ട് നമ്പർ തമ്മിലുള്ള റിലേഷൻ, അവരുടെ കമ്പാരിസൺ ആണ് നമുക്ക് നടത്തേണ്ടത്. ഈ രണ്ട് നമ്പർ തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇവരെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു. ഇവരൊരു 2:1 റേഷ്യോയിലല്ലേ ഇരിക്കുന്നത്. അതായത് എന്താണോ റൈറ്റ് സൈഡിലുള്ളത് അതിന്റെ ഡബിൾ ആണ് ലെഫ്റ്റ് സൈഡിൽ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ മൾട്ടിപ്പിൾസ്. അതായത് എന്താണോ ലെഫ്റ്റ് സൈഡിലുള്ളത് അതിന്റെ ഡബിൾ ആയിരിക്കും. അത് ഒന്നാണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്, ലെഫ്റ്റ് സൈഡിലുള്ളത്. ആ ഒരു റേഷ്യോയിലായിരിക്കും, ആ ഒരു ഫോർമുലയിലായിരിക്കും എന്ത്, ആക്ച്വൽ നമ്പർ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആക്ച്വൽ നമ്പറിനെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മാറ്റി എഴുതുന്നു. അങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും നമുക്ക് റേഷ്യോന്റെ ഡെഫിനിഷൻ കിട്ടും. ബേസിക് ആയിട്ട് ഇതാണ് റേഷ്യോയുടെ ഡെഫിനിഷൻ, കമ്പാരിസൺ ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പറുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക, അത് ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതി കാണിക്കുക, ഏറ്റവും ചെറിയ രൂപത്തിൽ കാണിക്കുക. ഇനി നമുക്ക് വേറൊരു നമ്പർ നോക്കാം. ഒരു 25ഉം ഒരു 125 ആണെങ്കിലോ ഈ രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ, റിലേഷൻ എന്തായിരിക്കും, ഈ രണ്ട് നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഒരു 1:5 ആയിരിക്കും. അതായത് ഇതെങ്ങനെ പെട്ടെന്ന് നമ്മൾ 1:5 ആയിട്ട് വിചാരിക്കുന്നത്, 25 എന്ന് പറഞ്ഞാൽ 125 എന്ന് വെച്ചാൽ 25 അല്ലേ, ആ രീതി ചിന്തിക്കാം. ഇനി പെട്ടെന്ന് നമ്മൾ എങ്ങനെ ഒരു നമ്പറിനെ റേഷ്യോ ആക്കി മാറ്റും. ഒരു നമ്പറിനെ റേഷ്യോ ആക്കി മാറ്റാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് ആരുണ്ടോ അവരെ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റും. അത് നമ്മൾ റേഷ്യോയിൽ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൽ കോമൺ ആയിട്ട് ആരുണ്ടോ അവരെ എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാം. അങ്ങനെ കോമൺ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തുകൊണ്ട് റേഷ്യോയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. ഈ 2:1 എന്ന് പറഞ്ഞാൽ 20:100, 20:10 ആണ്, 200:100 ആണ്. ഇതിനെല്ലാം നമുക്ക് 2:1 എന്ന് പറഞ്ഞൂടെ. അതിനകത്ത് കോമൺ ആയിട്ടുള്ള 10 നമ്മൾ ഡിവൈഡ് ചെയ്തു, റേഷ്യോ അത് തന്നെയല്ലേ. വീണ്ടും ഒരു 10 കൂടി ഡിവൈഡ് ചെയ്തു, അപ്പോഴും റേഷ്യോ അത് തന്നെയല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് ആരെങ്കിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് ആരെ ഡിവൈഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഒരു 25 ഉണ്ട്, 125 ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, നമുക്ക് 5 ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 25 ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ 25 വെട്ടി, ഇവിടെയും 25 വെട്ടി, 5 × 25 അല്ലേ 125. അപ്പോൾ 1:5 കിട്ടി. ഇനി 5 കൊണ്ടാണ് നമുക്ക് വെട്ടാൻ തോന്നുന്നെങ്കിൽ ഇവിടെ എത്ര ടൈംസ് വെട്ടാം, 5 വെട്ടാം. ഇവിടെ 5ന്റെ എത്ര കിട്ടും, 25 എന്ന് കിട്ടും. 5:25. ഈ 5:25 തന്നെയാണ് എന്ത്, 1:5 അല്ലേ. 5:25 തന്നെയാണ് 1:5. കാരണം എന്താ, ഇതിനെ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ഒരു 5 കൊണ്ട് വീണ്ടും വെട്ടിക്കൂടെ, 5 കൊണ്ട് വെട്ടുന്നു 1 × 5, 5 × 5, നമുക്ക് 1:5 തന്നെ കിട്ടില്ലേ. അപ്പോൾ 5:25 തന്നെയാണ് നമ്മുടെ എന്ത്, 1:5. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് നമ്പേഴ്സിന്റെ കമ്പാരിസൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തേക്കുക. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ റേഷ്യോ എടുക്കാൻ അറിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ തിരിച്ചാണ് ഈ നമ്മുടെ ഇവിടെ ബാങ്ക് എക്സാം നമുക്ക് ആവശ്യം. നമുക്കൊരു ക്വസ്റ്റ്യനിൽ റേഷ്യോസ് തരും, അതിന്റെ ആക്ച്വൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒരു 240:170 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റേഷ്യോ നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് 24:17 എന്നൊക്കെ എഴുതാൻ അറിയാം. കാരണം നമുക്ക് കോമൺ ആയിട്ട് ഡിജിറ്റ് ഡിവൈഡ് ചെയ്താൽ മതി എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ബാങ്ക് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു റേഷ്യോ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിന്റെ ആക്ച്വൽ നമ്പർ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. അതിന്റെ ആക്ച്വൽ നമ്പർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്, തിരിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ 2:5 ആണ് റേഷ്യോ എങ്കിൽ അതിന്റെ ആക്ച്വൽ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. ഒരു 20:50 ആകാം, അല്ലെങ്കിൽ ഒരു 4:10 ആകാം. ഇതിൽ ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സാധനം ആകാം. അതിലേതോ ഒന്നാണ് എന്ത്, നമ്മുടെ ആൻസർ. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു ക്ലൂവും കൂടി നമുക്ക് തരും. ആ ക്ലൂവും കൂടി വെച്ച് നമ്മൾ ഈ റേഷ്യോ എന്താക്കണം, ആക്ച്വൽ നമ്പറാക്കി മാറ്റണം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം. എന്താണ് നിങ്ങളുടെ ഈ റേഷ്യോന്റെ കറക്റ്റ് മെത്തേഡ് എന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഐഡിയ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക.
ബേസിക് ആയിട്ടും ഈ ഒറ്റ കാര്യമുള്ളൂ. റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? രണ്ട് നമ്പറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു. അതിന് നമുക്ക് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന A:B ഫോർമുലയിൽ എഴുതുന്ന ഏത് നമ്പറിനെയും നമുക്ക് എന്ത് വിളിക്കാം? റേഷ്യോ എന്ന് വിളിക്കാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. A:B എന്ന് പറയുന്നതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. A/B എന്ന് എഴുതാം. A/B തന്നെയാണ് എന്ത്? A:B. ഈ A:B എന്ന് എഴുതുന്നതിന് പകരം A/B എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും A/B കണ്ടാൽ അതിന് A:B എന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും സെയിം വാല്യൂസ് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ്. രണ്ട് രീതി പറയുന്നതേ ഉള്ളൂ. A:B എന്ന് പറഞ്ഞാലും A/B എന്ന് പറഞ്ഞാലും രണ്ടും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു 3:4 എന്ന് പറയുന്നത് തന്നെയാണ് ഒരു 3/4 എന്ന് പറയുന്നത്. 3:4 തന്നെയാണ് എന്ത്? 3/4. രണ്ടും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നാണ്. നമ്മളിപ്പോൾ റേഷ്യോന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി എന്താണ് പ്രൊപ്പോർഷൻ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് എന്താണ്? പ്രൊപ്പോർഷനിലേക്കാണ്. എന്തായിരുന്നു പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം റേഷ്യോ എന്ന് വെച്ചാൽ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണെന്ന്. എങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറയുന്ന കമ്പാരിസൺ രണ്ട് നമ്പർ വെച്ച് കമ്പയർ ചെയ്ത റേഷ്യോസിന്റെ കമ്പാരിസനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊപ്പോർഷൻ വിളിക്കുന്നത്. അതായത് ഏതെങ്കിലും രണ്ട് റേഷ്യോസ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ ഓഫ് റേഷ്യോസ്. ഇത് 2 എന്നുള്ളതൊന്നുമില്ല. ചിലപ്പോൾ 3 നമ്പർ A:B:C D:E:F എന്ന് വേണമെങ്കിലും വരാം. 2 എന്നൊന്നൊരു കൺസെപ്റ്റ് ഇല്ല. 2 or more എത്ര നമ്പർ വന്നാലും റേഷ്യോന്റെ കേസ് ആയാലും അങ്ങനെ തന്നെ. നമുക്ക് റേഷ്യോ ആയാലും പ്രൊപ്പോർഷൻ ആയാലും 2 അതിലധികമോ നമ്പർ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് തന്നെ കൺസെപ്റ്റ് വെച്ചാൽ മതി. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഭാവിയിൽ പഠിപ്പിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. തൽക്കാലം നമുക്കിത് വെച്ച് നോക്കാം. 2 റേഷ്യോസ് തന്നിട്ടുണ്ട്. ആ 2 റേഷ്യോസിനെ ഇക്വേറ്റ് ചെയ്താൽ, കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പോർഷനിൽ കിട്ടും. അതായത് ഒരു പ്രൊപ്പോർഷന്റെ ബേസിക് ഫോർമുലയാണ് എന്ത്? A:B C:D. അതായത് 2 റേഷ്യോസ് ഉണ്ട്. 2 റേഷ്യോസിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. 2 റേഷ്യോസിനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആ 2 റേഷ്യോസിനെയും കൂടെ കൂടി ചേർന്ന് എന്ത് വിളിക്കാം? പ്രൊപ്പോർഷൻ എന്ന് വിളിക്കാം. പക്ഷേ നമുക്ക് ചുമ്മാ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും 2 നമ്പറിനെ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ അത് പ്രൊപ്പോർഷൻ ആവില്ല. 2 റേഷ്യോസിനെ എടുത്ത് ചുമ്മാ ഇക്വേറ്റ് ചെയ്താൽ പ്രൊപ്പോർഷൻ ആവില്ല. അങ്ങനെ പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ ഒന്നിലധികം 2-3 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? 2 റേഷ്യോസ് പ്രൊപ്പോർഷനിലാവുള്ളൂ. ഇനി എങ്ങനെയാണ് 2 റേഷ്യോസ് പ്രൊപ്പോർഷൻ ആവുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു A:B C:D എന്നാണ് എഴുതുന്നതെങ്കിൽ ഇത് പ്രൊപ്പോർഷനിലാകണമെങ്കിൽ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ഫോർമുലയുടെ പേരുകൾ പഠിക്കണം. അതായത് ഈ A:B C:D എന്ന് പറഞ്ഞൊരു ഫോർമുലയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇന്നർ വാല്യൂ, അതായത് B-നെയും C-നെയും അകത്ത് കിടക്കുന്ന ഈക്വൽ സൈൻ അകത്ത് കിടക്കുന്ന അതിന്റെ ആവറേജ്, അതിന്റെ മീൻ ആയിട്ട് കിടക്കുന്ന 2 വാല്യൂസ്, ആ 2 വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീൻ പ്രൊപ്പോർഷൻ. അതുപോലെ തന്നെ 2 എക്സ്ട്രീം സൈഡിൽ കിടക്കുന്ന A-നെയും D-നെയും ഈ 2 റേഷ്യോസിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രീം പ്രൊപ്പോർഷൻ എന്നാണ്. എന്തിനാണ് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഈ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 റേഷ്യോസ് പ്രൊപ്പോർഷനിലാകണമെങ്കിൽ അതിന്റെ B ആൻഡ് C, അതായത് മീൻ ആയിട്ട് വരുന്ന മീൻ പ്രൊപ്പോർഷനും എക്സ്ട്രീം പ്രൊപ്പോർഷനും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പ്രൊപ്പോർഷനിലാകണമെങ്കിൽ, ഈ 2 റേഷ്യോസ് പ്രൊപ്പോർഷനിലാകണമെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ഓഫ് മീൻ പ്രൊപ്പോർഷനും പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം പ്രൊപ്പോർഷനും സെയിം ആയിരിക്കണം. ഇങ്ങനെ സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ 2 റേഷ്യോസിനെ ഇക്വേറ്റ് ചെയ്താൽ എന്താവുള്ളൂ? പ്രൊപ്പോർഷനിലാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും 2 റേഷ്യോസിന് നടുക്ക് ഈക്വൽ സൈൻ ഇട്ട് വെച്ചാൽ അത് എന്താവില്ല? പ്രൊപ്പോർഷനിലാവില്ല. ഏതെങ്കിലും 2 റേഷ്യോസിന് നടുക്ക് ഈക്വൽ സൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ മീൻ വാല്യൂസും അതിന്റെ എക്സ്ട്രീം വാല്യൂസും മൾട്ടിപ്പിൾ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ 2 റേഷ്യോസ് എന്തിലായിരിക്കും? പ്രൊപ്പോർഷനിലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ മീൻ വാല്യൂസ് ആരൊക്കെയാണ്? മീൻ വാല്യൂസ് ബിയും സി അല്ലേ? അപ്പം പ്രൊഡക്റ്റ് ഓഫ് മീൻ വാല്യൂ, മീൻ പ്രൊപ്പോർഷൻ എത്ര കിട്ടും? B × C ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് ഇവിടെ ആരൊക്കെയാ? A യും D യും അല്ലേ?
അപ്പോൾ എൻ്റെയും ഡിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ എത്ര കിട്ടും? എ ഇൻറ്റു ഡി എന്ന് കിട്ടും. അപ്പോൾ A/B=C/D അതിൽ പ്രൊപ്പോർഷണൽ ആവണമെങ്കിൽ ഉറപ്പായിട്ടും പ്രൊഡക്റ്റ് ഓഫ് BC = പ്രൊഡക്റ്റ് ഓഫ് AD ആയാൽ മതിയാവും. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, പ്രൊപ്പോർഷണൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, A/B എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. A/B is nothing but A/B = C/D എന്ന് എഴുതിക്കൂടെ? A/B = C/D എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ AD = BC എന്നാവില്ലേ? AD = BC എന്നാവില്ലേ? അതേ AD = BC എന്നല്ലേ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? AD = BC. ഇതിലേത് രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ മീൻ വാല്യൂസിന്റെ പ്രൊപ്പോർഷനിലും എക്സ്ട്രീം വാല്യൂസിന്റെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലും സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചാലും മതി. A/B = C/D ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായാൽ മതിയാകും? AD = BC ആയാൽ മതിയാകും. ആ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ നിങ്ങൾ പ്രൊപ്പോർഷൻ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് ശീലിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ബൈഹാർട്ടായിട്ട് തന്നെ പഠിക്കുക. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് നമുക്ക് പഠിക്കാനുള്ള റേഷ്യോന്റെയും പ്രൊപ്പോർഷന്റെയും കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കാം, കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിക്കാം. അതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ടും ഇത്രയും കാര്യം മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. അത് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ശരി.